ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പേരുകൾ അറിഞ്ഞു വയ്ക്കണം. അതായത് കാലാവസ്ഥയുടെ എല്ലാം എന്താണ്, താപചാലനം, സംവഹനം, ഭൗമവികിരണം പറഞ്ഞാൽ എന്താണ്, അഭിവഹനം എന്നാൽ എന്താണ്, ഹീറ്റ് ബജറ്റ് പറഞ്ഞാൽ എന്താണ്, ദിനാന്തരീക്ഷ സ്ഥിതി എന്നാൽ എന്താണ്, ക്ലൈമറ്റ് അതായത് കാലാവസ്ഥ. അതിന് ശേഷം വേണം നമ്മൾ കാലാവസ്ഥയിലേക്ക് കടക്കാൻ. അതിന് മുമ്പ് ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ എങ്ങാനും ക്വസ്റ്റ്യന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ക്ലാസ്സാണ്, അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് താപചാലനം എന്നാൽ? ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് താപചാലനം എന്ന് പറയുന്നത്. അതായത് ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷം, നമ്മുടെ ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്? താപം പകരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? താപചാലനം എന്ന് പറയുന്നത്. നമ്മൾ ചാലനം, സംവഹനം, വികിരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ താപചാലനം എന്താണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ? ഉയർന്ന താപം ഏറ്റ് വായു ചൂടാകുന്നു. ആ ചൂടായ വായു വികസിച്ചിട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സംവഹനം എന്ന്. ഉയർന്ന താപമേറ്റ് വായു ചൂടാകും. ആ ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരും. അതിനെയാണ് സംവഹനം എന്ന് വിളിക്കുന്നത്. ഭൗമവികിരണം. എന്താണ് ഭൗമവികിരണം? ഭൂമി ചൂടായ ശേഷം സ്വയം പ്രസരിക്കുന്ന ഒന്നായി മാറിയിട്ട് ദീർഘതരംഗ രൂപത്തിൽ താപം എന്ത് ചെയ്യും? ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് മടങ്ങിപ്പോകും. ആ ഊർജം അന്തരീക്ഷത്തിന് താഴെ നിന്നിട്ട് ചൂടാകുന്നു. അതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. എന്താണ് അഭിവഹനം എന്ന് പറയുന്നത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെ അഭിവഹനം എന്ന് പറയുന്നു. ഹീറ്റ് ബജറ്റ്. ഭൂമി ആഗിരണം ചെയ്യുന്ന സൗരോർജ വികിരണവും ബഹിരാകാശത്തേക്ക് തിരികെ വികിരണം ചെയ്യപ്പെടുന്ന താപവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ വിവരിക്കുന്നതാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഭൂമി ആഗിരണം ചെയ്യുന്ന സൗരോർജ വികിരണവും ബഹിരാകാശത്തേക്ക് തിരികെ വികിരണം ചെയ്യുന്ന താപവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ വിവരിക്കുന്നതാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു ദിവസത്തെയോ ഏതാനും മണിക്കൂറുകളുടെയോ കാലാവസ്ഥാ ഘടകങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു ദിവസത്തെയോ ഏതാനും മണിക്കൂറുകളുടെയോ കാലാവസ്ഥാ ഘടകങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നു. ഒരു പ്രദേശത്ത് കുറഞ്ഞ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥയെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് കുറഞ്ഞ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥയെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ അന്തരീക്ഷ താപം, മർദ്ദം, ആർദ്രത, മഴ, കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി നിർണ്ണയിക്കുന്നത്. അതായത് നമ്മൾ ഈ ദിനാന്തരീക്ഷ സ്ഥിതി ആ പ്രദേശത്തെ ഏതാണോ പ്രദേശം ആ പ്രദേശത്തിലെ അന്തരീക്ഷത്തിൻ്റെ താപം, മർദ്ദം, ആർദ്രത, മഴ, കാറ്റിൻ്റെ വേഗത, കാറ്റിൻ്റെ ദിശ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി നിർണ്ണയിക്കുന്നത്. ഇനി എന്താണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥ? ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാവും. നമ്മൾ പറഞ്ഞു എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നമ്മൾ പറഞ്ഞില്ല. ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകളുടെയോ കാലാവസ്ഥാ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ആ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കും, കാരണം അത് കുറഞ്ഞ സമയം കൊണ്ടുണ്ടാവുന്നതാണ്. എന്നാൽ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ദീർഘകാലമായി ഒരു പ്രദേശത്തുള്ള ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ എന്ത് ചെയ്യില്ല? പെട്ടെന്ന് മാറ്റം സംഭവിക്കില്ല. എന്താണ് പൂരിതാവസ്ഥ? സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത് അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെയാണ് പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. അന്തരീക്ഷം പൂർണ്ണമായും
ജലപൂരിതമാകുന്ന അവസ്ഥയെയാണ് പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന ഊഷ്മാവാണ് പൂരിതാങ്കം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കും. അന്തരീക്ഷം ഈ ജലപൂരിതമാകുന്നതോടെ എന്താരംഭിക്കും? ഘനീകരണം ആരംഭിക്കും. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവ. എന്തൊക്കെയാണ്? തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവയൊക്കെ എന്തിൻ്റെയാണ്? വിവിധ രൂപങ്ങളാണ്. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഈ പറഞ്ഞ തുഷാരവും ഹിമവും മൂടൽമഞ്ഞും മേഘങ്ങൾ എന്നിവയെല്ലാം. ഇനി നമുക്ക് എന്താണ് തുഷാരം എന്ന് നോക്കാം. എന്താണ് തുഷാരം എന്ന് പറഞ്ഞാൽ, രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗവും തണുക്കുന്നതിനാൽ നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളിയായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നതാണ് തുഷാരം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഭൗമോപരിതലവും അന്തരീക്ഷമൊക്കെ ചൂടാവുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇപ്പം നേരെ തണുക്കുന്നതിനെ കുറിച്ചാണ്. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗവും തണുക്കും. അപ്പോഴെന്താവും? നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളിയായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? തുഷാരം എന്നറിയപ്പെടുന്നത്. അടുത്തത് എന്താണ് മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്? അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ്. നേരത്തെ തുഷാരം നമ്മൾ ഈ പുൽക്കൊടികളിലും ചെടികളിലും ഒക്കെ എന്താ കാണുന്ന പറഞ്ഞത്? വെള്ളത്തുള്ളികളായി കാണുമെന്ന് പറഞ്ഞു അല്ലേ. മൂടൽമഞ്ഞ് പറഞ്ഞാൽ എന്താണ്? ഈ അന്തരീക്ഷം തണുത്തിട്ട് നീരാവി ഘനീഭവിച്ചിട്ട് എന്ത് കാട്ടും? നേരത്തെ ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനെയാണ് മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് ഈ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽമഞ്ഞിനെ ദൂരക്കാഴ്ചയുടെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായി തരംതിരിക്കും. ഒന്ന് നേർത്ത മൂടൽമഞ്ഞ് എന്നും രണ്ടാമത്തത് കനത്ത മൂടൽമഞ്ഞ് എന്നും. അപ്പോൾ ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിക്കും. ഒന്ന് നേർത്ത മൂടൽമഞ്ഞും രണ്ടാമത്തെ കനത്ത മൂടൽമഞ്ഞും. അടുത്തത് ഹിമം. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ എന്താണ് ഹിമം? മനസ്സിലായോ? അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാവുന്ന പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തുഷാരം, നേരത്തെ നമ്മൾ തുഷാരം പറഞ്ഞു, അങ്ങനെ വെള്ളത്തുള്ളികളായി കാണുന്ന തുഷാരത്തിൻ്റെ സ്ഥാനത്ത് എന്ത് കാണപ്പെടും? ഹിമകണങ്ങൾ കാണപ്പെടും. അതാണ് ഹിമം എന്നതുകൊണ്ട് അടിസ്ഥാനമാക്കിയത്. ഘനീകരണം, അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കും. ആ ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു. അടുത്തത് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെ രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? മേഘരൂപീകരണം നടക്കുന്നത്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം 0.001 സെൻറ്റിമീറ്ററിന് താഴെയാണ്. വലിപ്പം കുറവായതിനാൽ മേഘങ്ങളിലെ ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണം. വലിപ്പം കുറവായതിനാലാണ് മേഘങ്ങളിലെ ജലകണികകൾ എവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണം? അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണം. എന്നാൽ തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടുകയും ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ വർഷണം എന്നറിയപ്പെടുന്നു. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ.
മേഘം എന്താണെന്ന് പറഞ്ഞു? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെ രൂപം കൊള്ളുന്നവയാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. മേഘങ്ങളുടെ ജനകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കഴിയും. എന്നാൽ വീണ്ടും വീണ്ടും തുടർച്ചയായ ഘനീകരണത്തിലൂടെ എന്തുണ്ടാവും? മേഘങ്ങളിലെ ഈ ജലകണികകളുടെ വലിപ്പം കൂടും. അങ്ങനെ കൂടുമ്പോൾ അതിന് ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെയായിട്ട് അത് മേലെ നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കും. അതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. വർഷണത്തിൻ്റെ പല രൂപങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. അപ്പോൾ നമുക്ക് മഴ എന്താണെന്ന് അറിയാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു മേഘങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളിയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് മഴ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി എന്താണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്? അന്തരീക്ഷ താപനില 0°C താഴെയുള്ള പ്രദേശങ്ങളിൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ സംഭവിക്കുന്നതാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. 0°C താഴെയുള്ള പ്രദേശങ്ങളിൽ ഈ വർഷണം എങ്ങനെ സംഭവിക്കും? നേരത്തെ മഴയാകുമ്പോൾ നമ്മൾ വെള്ളത്തുള്ളികളായി എന്ന് പറഞ്ഞു. നേരത്തെ ഹിമപരലുകളുടെ രൂപത്തിൽ സംഭവിക്കുന്നതാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലും, അതായത് ശൈത്യകാലത്താണ്, മിതോഷ്ണ കാലാവസ്ഥാ മേഖലകളിൽ ശൈത്യകാലത്ത് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലുമാണ് ഈ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നത്. അടുത്തത് ആലിപ്പഴ വീഴ്ച. മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതാണ് ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത്. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഐസ് കട്ട ഭൂമിയിലേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ ആലിപ്പഴം എന്ന് പറയാം. നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേനും അത് അരിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആലിപ്പഴ വീഴ്ച എന്താണ്? മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതാണ് ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നമ്മളുടെ ക്ലാസ്സിൻ്റെ LGS-നും വില്ലേജ് ഫീൽഡിനൊക്കെ തുടങ്ങുന്നതിൻ്റെ ക്ലൈമറ്റ് എന്ന ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറേ പേരുകളാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ ഫസ്റ്റ് കാലാവസ്ഥ എന്ന് പറഞ്ഞു പോകുമ്പോൾ പല ഭാഗങ്ങളിലും കേൾക്കാൻ പോകുന്ന പേരുകളാണ് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, അതുപോലെ മേഘം, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച, മഴ, അതുകൂടാതെ കാലാവസ്ഥ എന്താണ്, ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ്, ഹീറ്റ് ബജറ്റ് എന്താണ്, അഭിവഹനം എന്താണ്, ഭൗമവികിരണം എന്താണ്, സംവഹനം, താപചാലനം എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറുതായിട്ടല്ലേ പറഞ്ഞതെന്ന്. നമുക്കിപ്പോൾ തുടക്കമാണ്, അതെന്താണ് എന്ന് അറിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് തന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഇനിയും വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.